ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാംഗോ കേക്ക് ചെയ്തെടുത്താലോ? ഇത് നമ്മൾ ക്രീമൊന്നും യൂസ് ചെയ്യാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ചെയ്തെടുക്കുന്നത്. ഇതിൽ നമ്മൾ ക്രീം യൂസ് ചെയ്തിട്ടില്ല, ബട്ടറൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഓൾ പ്രസ് ചെയ്യാൻ മറക്കണ്ട. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നത് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു 3-4 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. വേറൊരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. അതിലേക്ക് തന്നെ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് തൈര് വേണമെങ്കിലും എടുക്കാം. 1/2 കപ്പ് തൈര് എടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്തിട്ട് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി മിക്സിയിൽ ബീറ്റ് ചെയ്തെടുത്താലേ മതിയാവും. ഇപ്പോൾ ഞാനിത് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. 2 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മാംഗോ പ്യൂരി ചേർത്ത് കൊടുക്കാം. മാങ്ങയിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 നുള്ള് യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. മാംഗോ പ്യൂരി ഒരുപാട് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3-4 സ്റ്റെപ്പായിട്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് സമാധാനത്തിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങ് കട്ടിയായി പോവും. അതുപോലെ കേക്ക് നല്ല രീതിയിൽ സോഫ്റ്റ് ആയി കിട്ടില്ല. നമ്മൾ മിക്സിംഗ് ആണ് ഇത് കേക്കിനെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല. ഇനി ഞാൻ ഇതിലേക്ക് ബട്ടർ പേപ്പർ, കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് എടുക്കുന്നില്ല. അതിന് പകരമായിട്ട് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഒരല്പം മൈദ ഇട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതുകൂടി നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് വെച്ച് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. കാരണം ചെറിയ അളവിനാണല്ലോ നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ മാംഗോ പുഡിംഗ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ ഒരു 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇത് ഞാനൊരു നൈഫ് ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള സ്പ്രിങ്കിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലേക്ക് ഒരു 1/2 മണിക്കൂർ തണുക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള ക്രീമൊക്കെ നല്ല രീതിയിൽ സെറ്റായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ക്രീമോ ബട്ടറോ ഒന്നും യൂസ് ചെയ്യാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രീസറിലേക്ക് വെച്ചെടുത്തപ്പോഴത്തേക്കും പുറമേ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.